ഈ TK അബ്ദുൽ മജീദിൻ്റെ കൂടെ ഒരിക്കൽ സുബ്രഹ്മണ്യൻ എന്നൊരു കക്ഷി, അയാൾക്കെന്താ വേണ്ടത്? അന്നിപ്പോൾ നമ്മളിപ്പോൾ സെൽഫി എടുക്കില്ലേ, ഇതേമാതിരി അന്നൊക്കെ എന്ന് വെച്ചാൽ മദുരാശിയിലുള്ള സിനിമാ നടന്മാരുടെ നടികളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് നാട്ടിലേക്ക് പോകാം. അപ്പോൾ സുബ്രഹ്മണ്യൻ നസീറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ ഐസോസ് എന്ന സ്ഥലത്ത് മജീദിൻ്റെ വീട്ടിലിരിക്കുക. അപ്പോൾ സുബ്രഹ്മണ്യൻ മുൻകൂട്ടി മജീദിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നസീറുമായിട്ട് പരിചയമുണ്ട് മജീദിന്. അപ്പോൾ എന്നെ ഞാൻ വെറുതെ ഇരിക്കുക, ഞായറാഴ്ച എന്നാ വാ കാരശ്ശേരി വന്നു തന്നെ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രകാശ് സ്റ്റുഡിയോൻ്റെ പുറത്താണ്, എന്താണ് തുരുപ്പുകുല എന്നിട്ട് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുകയാണ്. അവിടെ അടൂർഭാസിയുണ്ട്, സുരാസുണ്ട്, തിക്കുറിശിയുണ്ട്, ജയഭാരതിയുണ്ട്. നസീറിന് ജയഭാരതി അകത്താണ്. അപ്പോൾ വർത്തമാനം കുറച്ച് പരിചയപ്പെട്ട് സലാം കാരശ്ശേരി അനിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെടുത്താൽ ഞാൻ ഈ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തെറ്റാ, അങ്ങനെ പറയാൻ പാടില്ല, എനിക്കത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ നസീറിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് ഇതൊക്കെ കൊണ്ടിറക്കുന്നത് ഇതൊക്കെ എന്തൊരു ബോറാണ് എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇവർ ഈ വേഷം കെട്ടിയൊക്കെ ഉള്ള കുറിച്ചാണെങ്കിൽ ഒരു തൊപ്പിയൊക്കെ ഇട്ട് നസീർ മീശയൊക്കെ പിരിച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഇവരാകെ വിഷമിച്ചു, എല്ലാവരും നിന്നു, ഞാൻ അവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ തിക്കുറിശി എന്നെ വിളിച്ചു, അടൂർഭാസെ വിളിച്ചു, നസീർ എന്നെ വിളിച്ചു. ഞാൻ എണീറ്റ് പോയില്ല, ഞാനൊരു വിഡ്ഢിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ നസീറിൻ്റെ ഒരു സ്വഭാവം ഞാൻ കണ്ടു. അവിടെ ചായ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ചായ കൊടുത്തപ്പോൾ അദ്ദേഹം ആ ചായ എനിക്ക് എടുത്തു തന്നു. അങ്ങനെ വളരെ വിനയത്തിലും മര്യാദയിലും മയത്തിലും പെരുമാറുന്ന ഒരാളാണ് നസീർ. അപ്പോൾ ഇതാകെ ബ്ലോക്കായി. അതിന് ഒരാൾ മാത്രം ഇങ്ങനെ ഒരു കസാരയിൽ ഒരു മരത്തിൻ്റെ ഉള്ളിലിരിക്കുക, മറ്റുള്ളവരൊക്കെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ നിൽക്കുക. അപ്പോൾ നസീർ ഒരിക്കലും വിളിച്ചു, വരൂ. അപ്പം ഞാനില്ല. പെട്ടെന്ന് എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട് നസീർ പറഞ്ഞു, എനിക്ക് കാരശ്ശേരിയുടെ കൂടെ ഒരു ഫോട്ടോ വേണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ എണീക്കല്ലാതെ വല്ല വഴിയുണ്ടോ? ബാക്കി സുരാസും തിക്കുറിശി, അടൂർഭാസി, മജീദ്, സുബ്രഹ്മണ്യൻ എല്ലാവരും അവിടെ കൂടെ വന്നു. അന്ന് വലിയൊരു പാഠം മദ്രാസിൽ ഞാൻ പഠിച്ചത്, ഗോവിന്ദൻ്റെ അടുത്ത് ഞാൻ അനേകം പാഠങ്ങൾ പഠിച്ചു. അധികാരത്തെപ്പറ്റി, പാർട്ടിയെപ്പറ്റി, സാമൂഹ്യമായ പ്രശ്നങ്ങളെപ്പറ്റി അനവധി കാര്യങ്ങൾ ഗോവിന്ദൻ പറഞ്ഞിട്ടും ഗോവിന്ദൻ്റെ മൗനം കൊണ്ടൊക്കെ നസീറിൻ്റെ അടുത്തുനിന്ന് ഞാൻ എത്ര വിനയമില്ലാത്തൊരാളാണ് എന്ന് ഞാൻ പഠിച്ചു.